24 ബ്രേക്കിംഗ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന പരാതി. കാലുവേദനയുടെ ഭാഗമായി നടത്തിയ ശസ്ത്രക്രിയയിൽ രോഗിയുടെ കാലിലെ ഞരമ്പുകൾ മുറിച്ചുമാറ്റിയെന്നതാണ് പരാതി. നടന്ന ആശുപത്രിയിലെത്തിയ രോഗി കാല് മുറിച്ചുമാറ്റേണ്ട അവസ്ഥയിലാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഗുരുതരാവസ്ഥയിലായ നിലമ്പൂർ സ്വദേശിനി പാർവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വലതുകാലിന്റെ നരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയണത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്. ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാന്നിട്ട് കാര്യമുണ്ടോ. നടന്നു പോയതാണ് എൻ്റെ അമ്മ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഈ നരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയണത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമുക്ക് അറിയില്ലല്ലോ നരമ്പ് മുറിഞ്ഞിട്ടാണ് ഇത് കാലിങ്ങനെ ആയതെന്ന്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കുത്തുമ്പോൾ ചെറിയ വേദന ഉള്ളായിരുന്നു. പരിശോധിച്ച ശേഷം വിശദീകരണം നൽകാമെന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട്. നിഖിൽ, വളരെ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് കാലിൻ്റെ വേദനയ്ക്ക് പോയതാണ്, ഞരമ്പ് മുറിച്ചു, ഇപ്പോൾ കാല് മുറിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഇവർ ഉന്നയിക്കുന്നത്. തീർച്ചയായും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ മാസം 12-നായിരുന്നു പാർവതിയുടെ ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. തുടർന്ന് അവരുടെ കാലിൽ വലിയ തണുപ്പ് അനുഭവപ്പെടുകയും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. തുടർന്ന് ഈ സർജറി ചെയ്ത ഡോക്ടർ തന്നെ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എന്താണ് കാരണമെന്നൊന്നും അവരോട് വ്യക്തമാക്കിയിരുന്നില്ല. തുടർന്ന് കോഴിക്കോട് വെച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് ഇവരുടെ കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലച്ചു എന്ന് ഡോക്ടർമാർ പറയുന്നത്. അതിന്റെ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കം അവർക്ക് നൽകുകയും ചെയ്തു. പിന്നീടാണ് ഈ വലിയ ചികിത്സാ പിഴവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് 3 ശസ്ത്രക്രിയകൾ ഇതിനോടകം തന്നെ പാർവതി അമ്മയ്ക്ക് നടത്തി. ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ അവർ ഇതിനു വേണ്ടി ചെലവഴിച്ചു. തങ്ങൾക്ക് നീതി വേണം എന്നാണ് ഈ പാർവതി അമ്മയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ അവർക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. അവർക്കിപ്പോൾ നടക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ കാല് മുറിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുവരെ അവർ ഭീഷണിപ്പെടുന്നുണ്ട്, അവർ ആശങ്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെ കണ്ട് പാർവതി അമ്മയുടെ കുടുംബം ഇതിനോടൊപ്പം തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് ഈ കാര്യത്തിൽ വിശദീകരണം വേണം, എന്താണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള വീഴ്ച എന്നുള്ളത് വ്യക്തമാകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതേ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ സംഭവം വിശദമായി അന്വേഷിച്ച ശേഷം മറുപടി നൽകാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തന്നെയാണ് എന്താണ് സംഭവത്തിന്റെ നിജസ്ഥിതി എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ആരോപണം ചെറുതല്ല. ഒരാളുടെ കാല് മുറിച്ചു മാറ്റേണ്ട സ്ഥിതിവിശേഷം ചികിത്സാ പിഴവിലൂടെ ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ ഗുരുതരം തന്നെയാണ്. അത് എന്തായാലും അതിൽ അന്വേഷണം തുടർന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.